എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. PSC ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ആദ്യമായി ആൻസർ പറയാം. സിക്കിമിന്റെ തലസ്ഥാനം ഏതാണ്? സിക്കിമിന്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക് ആണ്. ഇനി കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ മാസം 1-ാം തീയതിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1956 നവംബർ മാസം 1-ാം തീയതി കേരള ഗവർണർ ആരായിരുന്നു എന്നാണ് ചോദ്യം. PS റാവു ആണ് കേരള ഗവർണറായിരുന്നത്, ആക്ടിംഗ് ഗവർണറായിരുന്നു. കുടിയേറ്റം കൂടുതൽ നടന്ന ജില്ല ഏതാണ് എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം. കുടിയേറ്റം കൂടുതലായി നടന്ന ജില്ല ഇടുക്കിയാണ്. വയനാട് ജില്ലയുടെ കേന്ദ്രം ഏതാണ്? കൽപ്പറ്റയാണ് വയനാട് ജില്ലയുടെ കേന്ദ്രം. DSC അബ്രിവേഷൻ ശരിയായ രൂപം ഡോക്ടർ ഓഫ് സയൻസ്. DSCയുടെ അബ്രിവേഷൻ ആണ് ഡോക്ടർ ഓഫ് സയൻസ്, മറന്നുപോകരുത്. കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണ്? കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ആണ്. റാം മോഹൻ റായിഡ് ആണ് കേന്ദ്ര വ്യോമയാന മന്ത്രി. ഇനി നാളത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. നാളത്തെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യണം. ആദ്യ മൂലകം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ആദ്യ മൂലകം ഏതാണ്? ഞാൻ ശിവദാസ് നന്ദ്യാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. നിങ്ങളുടെ കുട്ടികളെ കുറച്ച് സമയമെങ്കിലും ഒരു ദിവസത്തില് ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് പൊതുവിജ്ഞാനം പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മറ്റ് പാഠ്യപദ്ധതികൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്കൊന്നും തന്നെ നേടാനില്ല. ആകെ സർട്ടിഫിക്കറ്റ്, അതിന്റെ സാക്ഷ്യപത്രം നമ്മൾ കൈപ്പറ്റി കുട്ടികളുടെ വീട്ടിലിരുത്തിക്കൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റ് അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല. ജോലി തന്നെയാണ് എല്ലാവരുടെയും. അല്ലാണ്ട് വിദ്യാഭ്യാസം ജോലിയായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. നിത്യനിരാശരായി മാറാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റുകൾ എഴുതാനായിട്ട് കുട്ടികൾക്ക് ബോധം വെക്കുന്ന കാലം മുതൽ, അതായത് ചുരുങ്ങിയത് 5-ാം ക്ലാസ് എങ്കിലും വെച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശരിയായ രീതിയിൽ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വലിയ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും. നിങ്ങൾക്ക് കുട്ടികൾക്ക് ജോലി സമ്പാദിക്കാൻ കഴിയും. ഓക്കെ, ഞാൻ ശിവദാസ് നന്ദ്യാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ.